ഇന്ന് സിങ്കോണിയത്തിൻ്റെ ഒരു ബേബി പ്ലാന്റ് കിട്ടിയായിരുന്നേ. ഇതുകൂടെ കൂട്ടി മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ പ്ലാന്റ് തന്നെ കൊണ്ട് വെക്കുന്നത്. എപ്പോഴൊക്കെ ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് ചീഞ്ഞു പോയിട്ടുമുണ്ട്. അധികം വലിപ്പം വെക്കാത്ത ഇലയായിട്ടാണ് ഈ പ്ലാന്റ് അവിടെ നിന്നിരുന്നത്. ഇതേ ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞു ഇലകൾ കുറേ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അത് കണ്ടിട്ടാണ് ഞാനിത് പിന്നെയും പിന്നെയും കൊണ്ട് വെക്കുന്നത്. ഇത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് എനിക്ക് അമ്മ കൊണ്ട് തന്ന. ഇതുപോലെ മറ്റേത് വലുതാകത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞേ. ഇതിനും ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു. ഞാൻ പോട്ട് മിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഇപ്പം നല്ല നല്ല ഇലകൾ വരാൻ തുടങ്ങിയത്. അതിൽ നിന്നൊരു കുഞ്ഞ് ബേബി പ്ലാന്റ് ഒക്കെ കിട്ടി ഞാൻ അതിനെയൊക്കെ ഒന്ന് മാറ്റി നട്ടു കൊടുത്തായിരുന്നു. കൂടുതൽ സമയം മുറ്റത്ത് ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം വൈകുന്നേരത്തേക്കിനാണ് ഈ ഗാർഡനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് എല്ലാം കണ്ടും കേട്ടും ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിൽക്കാം. അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊരു ടെൻഷൻ ഇല്ലല്ലോ. ഒരു ദിവസത്തിൽ എൻ്റേതായിട്ട് എനിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇതെൻ്റെ മാത്രം സമയവും സ്പേസുമാണ്. ഇതെനിക്ക് ഒരുപാട് സമയം അങ്ങനെ കിടക്കുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അതിനുള്ളൊരു മനസ്സുണ്ട്. അപ്പോൾ സമയവും താനേ അങ്ങ് വരുമല്ലോ. ഇവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ക്യാമറാമാനും ഒക്കെ ഞാൻ തന്നെയാണ്. ഇപ്പം പിന്നെ ട്രൈപോഡും കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ കുറേ ഏറെ ഒരു തുടക്കക്കാരിയെന്നും കൂടെ ഉള്ള നിലയ്ക്ക് എൻ്റെ വീഡിയോസിലൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ പാഠങ്ങളാന്നൊക്കെയല്ലേ പറയുന്നത്. നല്ല മഴ ഇരച്ചു വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.